യുഎന്നെയും സഭാവിരുദ്ധ ശക്തികളും തൃശൂർ അതിരൂപതയെയും അധ്യക്ഷനെയും അവഹേളിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നതിനെതിരെ ബസലിക്ക ഫൊറോന കൗൺസിലിന്റെ നേതൃത്വത്തിൽ തൃശൂരിൽ പ്രതിഷേധ സംഗമവും വിശദീകരണ യോഗവും സംഘടിപ്പിച്ചു. അമലയിൽ യുഎൻഎ സമരം ഒത്തുതീർന്നു. ജൂബിലിയിൽ സമരം തുടരുന്നു. ഷെവലിയർ അഡ്വക്കേറ്റ് ബിജു കുണ്ടുകുളം ഉദ്ഘാടനം ചെയ്തു. യുഎൻഎ സമരവുമായി മുന്നോട്ടു പോകുന്നതിന് പിന്നിൽ രഹസ്യ അജണ്ടയാണെന്ന് അദ്ദേഹം പറഞ്ഞു. 75 വർഷമായി ജൂബിലി മിഷൻ ആശുപത്രിയും അരനൂറ്റാണ്ടായി അമല ആശുപത്രിയും ആതുര സേവന രംഗത്ത് നേരിടാത്ത അന്തർനാടകങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. സ്വകാര്യ മേഖലയിലെ ഇതര ആശുപത്രികളിൽ നൽകുന്നതിനേക്കാൾ കൂടുതൽ ശമ്പളം ഈ രണ്ട് ആശുപത്രികളിലും നൽകുന്നുണ്ടെന്ന് രേഖകൾ സഹിതം തെളിയിച്ചതാണ്. എന്നിട്ടും സമരലക്ഷ്യങ്ങൾ ഓരോന്നായി മാറ്റി ഗോൾ പോസ്റ്റുകൾ മാറ്റി സ്ഥാപിച്ച് യുഎൻഎ നേതൃത്വം അതിരൂപതയെയും സഭാ നേതൃത്വത്തെയും നിരന്തരം അവഹേളിക്കുകയാണ്. തൃശൂർ അതിരൂപത അധ്യക്ഷനെയും അതിരൂപത വിശ്വാസി സമൂഹത്തെയും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആക്ഷേപിക്കുകയും അവഹേളിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവവുമായി ബന്ധപ്പെട്ട് തങ്ങൾക്കുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുന്ന പ്രതിഷേധ പരിപാടികൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കാരണമായ വളരെ നിർഭാഗ്യകരമായ സാഹചര്യങ്ങളെ സംബന്ധിച്ച് ഇതിനകം തന്നെ ഇന്നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ശമ്പള വർധന ഉത്തരവിറക്കാതെ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്ന സർക്കാരിനെതിരെ യുഎൻഎ സമരം ചെയ്യാൻ തയ്യാറാകുന്നില്ല. പ്രതിദിനം 2000-ഓളം ഔട്ട് പേഷ്യന്റുകളെത്തുന്ന പ്രതിമാസം 1.5 കോടി രൂപയുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്ന ജൂബിലി മിഷൻ ആശുപത്രിയും അമലയും സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും വേണ്ടി ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഈ സ്ഥാപനങ്ങൾ തകർത്ത് തൃശൂരിൽ കോർപ്പറേറ്റ് ഭീമന്മാരുടെ ആശുപത്രികൾ എത്തിക്കാനുള്ള രഹസ്യ അജണ്ടയാണ് യുഎൻഎ നേതൃത്വം വഹിക്കുന്നത്. അവരുടെ ശ്രമം ശക്തമായി ചെറുത്തു തോൽപ്പിക്കും. ഞായറാഴ്ച തൃശൂർ ടൗൺ ഹാളിൽ വിശ്വാസികളുടെ മഹാസംഗമം സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ബസലിക്ക റെക്ടർ ഫാദർ തോമസ് കാക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു. എൽസല ഹെയർ കണക്ട് സൗജന്യ കേൾവി പരിശോധന, മികച്ച ഓഡിയോളജിസ്റ്റുകളുടെ സേവനം, മികച്ച ബ്രാൻഡുകളുടെ ശ്രവണ സഹായികൾ, ഹോം വിസിറ്റ് സൗകര്യം. എൽസല ഹെയർ കണക്ട്